ഹലോ, പറടാ. എൻ്റെ പൊന്ന് ചെയ്ത ഇയാളോട് ഞാൻ പറഞ്ഞതല്ലേ, ചെറിയ ചെക്കനാ, അവൻ്റെ കൊടുത്തു വിടൽ സാമാനം. എടോ, ആ പൈപ്പ് ലൈൻ റോഡ് മൊത്തം പോലീസുകാർ നിൽക്കുമോ? അതാണെന്തോ പറയുന്നത്. ആ ആ വീടുമാതിരി ഞാൻ നോക്കിക്കോളാം. പോലീസിൻ്റെ കാര്യമല്ലേ, ഞാനായിട്ട്. പിന്നെ ആ പെണ്ണുമായിട്ട് എന്തായി? എടോ മറ്റേ വെക്ക്. ശരി ശരി ചെയ്തേ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ. എല്ലാം എൻ്റെ തലയിലോട്ട് വരുന്ന കൂപ്പ് മനുഷ്യനെ മെനക്കെടുതേ. അങ്ങോട്ടാക്കണോ? വേണ്ട, ഞാൻ പൊക്കോളാം. ഓ ബൈ. ശരി, കാണാം. ടാറ്റാ. ഇപ്പൊ ചായ കുടിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഡിന്നർ കഴിക്കാവേ. വാ. ഡിന്നറൊക്കെ അവിടെ ഇരിക്കട്ടെ. അന്ന് മമ്മി വന്നപ്പോ പറഞ്ഞ സാധനം ഇവിടെ. എന്ത് എന്ത് പറഞ്ഞു? മമ്മിക്ക് ഓർമ്മയില്ല? ഇല്ല. മമ്മിക്ക് ഓർമ്മയില്ല? അതെല്ലാം ഇവിടെയുണ്ട്. ആദ്യം മോളൊന്ന് റിലാക്സ് ആവ്. ഈ ഒരൊറ്റ ഗ്ലാസ്സേ കുടിക്കാവുള്ളൂ. അതൊക്കെ ഈ ഗ്ലാസ് കഴിയുമ്പോൾ പറയാം. എനിക്കിന്ന് മനസ്സമാധാനമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം, മമ്മിയും കെട്ടിപ്പിടിച്ച്. അതിന് ബോധം കിട്ടുന്നതാ നല്ലത്. മമ്മിക്ക് ഒരെണ്ണം എടുക്കട്ടെ? എന്നിട്ട് വേണം ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും മമ്മിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഈ ലോകത്ത് വേറെ ആരെക്കാളും എനിക്ക് നിന്നെ നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാൻ നിന്റെ അമ്മയാണ്. പക്ഷെ ലോകത്തിന് മുമ്പിൽ ഞാനല്ലേ മമ്മി തെറ്റുകാരി?
അല്ല. എൻ്റെ കൂടെ അവിടെയുള്ള ലക്ഷ്മിയക്കടെ കാര്യം ഞാൻ മമ്മിട്ട് പറഞ്ഞിട്ടില്ല അന്ന് വന്നപ്പോൾ. ലക്ഷ്മിയൊക്കെ എടുത്ത് ഞാൻ അവിടെ എങ്ങനെ എത്തിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ലക്ഷ്മിയൊക്കെ പറയുന്നൊരു കഥയുണ്ട്. എന്താ അത്? സംഭവം തമിഴാണ്. ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ല, പക്ഷെ പറയാം. ഒരു ഊരില് അഴകാന ഒരു ചിന്ന മുയൽക്കുട്ടി ഇരുന്നിരിച്ച്. ഒരു നാൾ അന്ത മുയൽക്കുട്ടിക്ക് அதை விட அழகான ஒரு சின்ன புள்ள பிறந்துருச்சு. தன் புருஷன் இறந்ததுக்கு அப்புறம் தனக்காக தன் வாழ்க்கைக்காக கிடைச்ச வர மாதிரி அந்த முயல்குட்டியே அம்மா உயிரா பார்த்துருச்சு. அப்படியே அந்த சின்ன முயல்குட்டி அம்மா மாதிரியே அழகா வளர்ந்துருச்சு. திடீர்னு ஒரு நாள் ஒரு தெருநாய் அந்த முயல்குட்டி மேல தப்பான ஆசையா அது முன்னாடி வந்துடுச்சு. ரொம்ப வாட்டி அந்த நாய்கிட்ட சொல்லி பார்த்துடுச்சு. ஆனா எப்படியும் அவன் தப்பான ஆசை அடையறதுக்காக மறுபடியும் வந்துக்கிட்டே இருந்துருச்சு. ஒரு நாள் அந்த நாயை முன்னாடி பாவம் அந்த முயல்குட்டி தனியா மாட்டிக்கிடுச்சு. வேற வழி தெரியாம தன் கருப்பு காப்பாத்துறதுக்காக உடம்பு அவன் கைப்படுறதுக்கு முன்னாடியே முயல்குட்டி அந்த நாயை வெறித்தனமா அடிச்சு உயிர் வாங்கிடுச்சு. காட்டுக்குள்ள இருந்திருந்தா தன் கருப்பை காப்பாத்துற சந்தோஷம் அந்த முயல்குட்டிக்கு கிடைச்சிருக்கும். ஆனா இந்த திமிரு பிடிச்ச மனுஷங்க எல்லாம் சேர்ந்து இந்த நாட்டுல தப்பான நியமத்தை அந்த தெருநாய் பக்கம் திரும்பிடுச்சு. அவனுக்கு தான் பணபலம் அதிகார பலம் எல்லாமே இருந்துருச்சு. எல்லா துரோகிகளும் ஒன்னா சேர்ந்து பாவம் அந்த முயல்குட்டியை கூண்டில் போட்டுட்டு அங்க இருக்கிறதுக்கு அந்த முயலுக்கு பிடிக்காது. എനിക്ക് പറ്റില്ല മമ്മി. നാല് ചുവരും വലിയ മതിലും എല്ലാം ഒരു വല്ലാത്ത വീർപ്പും പൊട്ടല മമ്മി. അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ നാട്ടിലെ നിയമത്തെ പേടിയുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നായും എൻ്റെ മകളുടെ മുമ്പിൽ വരില്ലായിരുന്നു. പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന് ആരാ പറഞ്ഞത്? എൻ്റെ മോളെ സംരക്ഷിക്കാൻ ഇതൊന്നും ഇവരാരും ഉണ്ടായിട്ടില്ല. ഇനി എന്താ വേണ്ടേന്ന് മമ്മി മുന്നേ തീരുമാനിച്ചതാണ്. സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു നിയമത്തിനും ശിക്ഷിക്കാനുള്ള അധികാരമില്ല. ഇനി മുതൽ നീ വൈകിയല്ല